സാറ് വിളിച്ചു എന്ന് പറഞ്ഞു. ആ വിളിച്ചു. അജി ഇരിക്കും. നമ്മളൊക്കെ ഒരേ പ്രായക്കാരൻ. നോ ഫോർമാലിറ്റി. ഇടാം. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. കാര്യം വെച്ചാൽ പറയും. ഞാൻ വലിക്കില്ല. ഞാൻ സ്വന്തം നിലയിൽ ഒരു പുതിയ ഫാക്ടറി പ്ലാൻ ചെയ്യുക. ഇതാണ് പ്ലാൻ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? ഫാക്ടറിയുടെ കംപ്ലീറ്റ് ഇലക്ട്രിക് സർക്യൂട്ടും മോഡേൺ ആയിരിക്കും. അതിന്റെ ചുമതല ഇൻഡിപെൻഡന്റ് ആയി അജി ഞാൻ ഏൽപ്പിക്കും. യു ആർ മൈ ചീഫ് ഇലക്ട്രീഷ്യൻ. കലക്കണം. അജിക്ക് എന്നിൽ മതിപ്പ് തോന്നുന്നില്ലേ? ശരി സാർ, സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ ഫാക്ടറിയോട് ചെല്ലട്ടെ. അജി ഇല്ലേ ഇവിടെ? ഇല്ല, ഫാക്ടറി ഇല്ല. അജി വന്നാൽ ഉടനെ ഞാൻ വന്നിരുന്നു, സ്റ്റേഷനിലേക്ക് ഒന്ന് വരാൻ പറ. ആ വരൂ, ഇരിക്കൂ. വാമോളെ. സാറില്ലേ? ഇല്ല, ചേട്ടൻ കോൺഫറൻസിന് പോയിരിക്കുക. അല്ല, സാർ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു. എന്തിനാണ്? അറിയില്ല. ആ, ചേട്ടൻ പറഞ്ഞു ഒരു അനിയത്തി ഉണ്ടെന്ന്. ഒരു ദിവസം കൂട്ടിക്കൊണ്ടുവരും. അതിനെന്താ, ഇനി വരുമ്പോഴാകാം. അങ്കിളിനറിയോ ഇഷ്ടപ്പെട്ടാത്ത ഇംഗ്ലീഷ് മുട്ട? അയ്യേ, പഞ്ഞി. മോക്ക് കടങ്കഥകളോട് വലിയ പ്രിയമാ. മുത്തശ്ശി പറഞ്ഞു പഠിപ്പിച്ചതാ. ആ, കാളക്കിടക്കും കയറോടും. മത്തങ്ങ. ഭാര്യയും ഭർത്താവാണെന്ന് തോന്നുന്നു. വിവാഹമോചനം ആയിരിക്കും. ഡാഡി, ഇത് അങ്കിൾ. ശരിക്കും ആ മോളെ, മോള് പോയി മമ്മി വിളിക്കും. ഞാൻ ഇന്നലെ വന്നിരുന്നു സാർ. ആ, നളിനി പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു കോൺഫറൻസിന് പോയിരുന്നു. വന്നപ്പോ വളരെ വൈകി. ആ, മനസ്സിലായില്ലേ? എന്റെ അനുജത്തി. വരൂ, വാ മോനെ. വരൂ, നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. ഇവിടെ വന്നതിന് ശേഷം എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ അജി അറിഞ്ഞാണല്ലോ. ചിരിച്ച മുഖവും കറുത്ത മനസ്സുള്ള ചില മാന്യന്മാർ. അതുകൊട്ടെ അവരെക്കുറിച്ചോ അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചോ അജിക്ക് വല്ലതും അറിയാമോ? ഞാനവിടെ ജോലി ചെയ്യുന്നല്ലാതെ അവരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. രാവിലെ ജോലിക്ക് പോവും, ജോലി കഴിഞ്ഞാൽ വീട്. അതാണ് എന്റെ ലോകം. ആന്റി എവിടെയും പോകണ്ട, എന്റെ കൂടെ കളിക്കാൻ ഇവിടെ നിന്നോ. അത് പറ്റില്ല മോളെ. ആന്റിക്ക് ക്ലാസ്സിന് പോണം. പിന്നെ ആന്റിയുടെ ചേട്ടന് ചോറ് വെച്ച് കൊടുക്കണം. മമ്മി ഒത്തോർത്തോളും. അത് മോക്കല്ലേ? അജി എന്താ വിവാഹം കഴിക്കാത്തത്? അനിയത്തിയുടെ കഴിഞ്ഞിട്ടാകാമെന്ന് വെച്ചു. 1-2 ആലോചന വന്നിട്ടുണ്ട്. ആർക്കാ വിവാഹാലോചന? അനിയത്തിയുടെ കാര്യം പറയായിരുന്നു. സമയമാവുമ്പോ എല്ലാം ശരിയാവും. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളിങ് വാ. വരട്ടെ മോളെ. ആന്റിക്ക് ടാറ്റ പറ.
ചേട്ടൻ ഫാക്ടറിയില്ല. ഞാൻ പ്രിയെ കാണാനാ വന്നത്. എന്താ? എനിക്ക് പ്രിയയോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. കുറച്ചു നാളായി അത് ഉള്ളിലൊതുക്കി നടക്കുക. വേണ്ട, പറയണ്ട, അത് തെറ്റാണ്. അല്ല, ഉള്ളു തുറന്നൊന്ന് സംസാരിക്കുന്ന കൂടി തെറ്റാണോ? ഇല്ല, എനിക്ക് പേടിയാണ്. ചേട്ടനെങ്ങാനും ഇത് അറിഞ്ഞാൽ. ശരി, എങ്കിൽ ഞാൻ പോട്ടെ. മോളെ, ആന്റി ആ, ഇവിടെ ഇവിടെയുണ്ട്. എവിടെ? ആന്റി ഞാൻ എവിടെയാ? ബാലനോ? എന്തു പറ്റി? എന്താ ഇവിടെ തന്നെ നിന്നത്? ഞാൻ അറിയാതെ കയറി പിടിച്ചതാ. സാരമില്ല, ഇതെന്റെ അനിയനാ. വരൂ, നിങ്ങൾ കളിച്ചോളൂ. നീ എന്താടാ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ട്? പുതിയ ബിസിനസ് ഡീഡിൽ അളിയനെ ചേർക്കാൻ ഡാഡി പറഞ്ഞു. അതിന് ചേട്ടന്റെ 1-2 സൈൻ വേണം. ചേട്ടൻ ബിസിനസ് വേണ്ടെന്നാ പറയുന്നേ. അതെന്താ? പെൻഷൻ ആവുമ്പോ 4-5 കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണെന്ന് പറഞ്ഞൂടെ? പിന്നെ അതില്ലാഞ്ഞിട്ടാ ഞാൻ ചായ എടുക്കാം. എന്താ മോളെ? ആന്റി തോറ്റല്ലോ. ഇതാ. ആ പെണ്ണേതാ? ഇവിടെ അടുത്തുള്ളതാ. ചിന്തുമോളുടെ ടൈം പാസ് ഫ്രണ്ടാ. അവളെ വിട്ട് മോൾ ഒരു നിമിഷം പോലും നിൽക്കില്ല. സാധുക്കളാ, നല്ല സ്വഭാവമാ. സ്വഭാവം മാത്രമല്ല, കാണാനും കൊള്ളാം. മുഖത്തൊരു ഐശ്വര്യമുണ്ട്, ഒരു നാടൻ സൗന്ദര്യം. ഓ, സാറ് കവിയാണല്ലോ. ഞാനതങ്ങ് മറന്നു. എന്താ ആലോചിക്കണോ? ആലോചിക്കാനോ? ചേച്ചിയല്ലേ പറഞ്ഞത് പാവങ്ങളാണെന്ന്? കവി ഹൃദയൻ, വിശാല മനസ്കൻ, വേണ്ടുവോളം കാശുണ്ടായിട്ടും പെണ്ണു വീട്ടുകാരുടെ വകയിലും വേണമെന്നാ പറയുന്നത്. നാണല്ലേ? ഹലോ അജി. ഹലോ, കേറൂ. എനിക്ക് അത്യാവശ്യം കുറിച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ പണിയുന്ന ഫാക്ടറി കാഴ്ചയിലും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും നമ്പർ 1 ആയിരിക്കും. പിന്നെ ഞാൻ അജിയെ ഏൽപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കലക്കണം. എന്നാ ഈ പറയുന്ന ഫാക്ടറിയുടെ അടുക്കലിടാൻ പോകുന്നത്? ഏയ്, അതൊരു പ്രശ്നമേ അല്ല. തുടങ്ങി കഴിഞ്ഞാൽ വിത്തിൻ 1 month, നൈറ്റ് ആൻഡ് ഡേ, ഐ വിൽ ഫിനിഷ്. ആ, വീടെടുത്തു. ഞാൻ ഇറങ്ങട്ടെ. സംസാരിച്ച് തീർന്നില്ലല്ലോ. ആ, ഞാനും കൂടെ വരാം. നമുക്ക് വീട്ടിലിരുന്ന് സംസാരിക്കാം. വരണം സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. ആ, ബൈ ദ ബൈ, വരൂ. മിസ്റ്റർ അജി, നമുക്ക് മാക്സിമം മിഷനറീസ് ഇമ്പോർട്ട് ചെയ്യണം. വാട്ട് യു സേ? അകത്തിരിക്കാം സാർ. ഇരിക്കണം സാർ. വലിക്കില്ല. ഓ, മറന്നു. ആ, ഇതെന്റെ മുതലാളിയുടെ മകനാ, പ്രകാശ് സാർ. അവൾക്ക് നാണമാ. പെൺകുട്ടികളായ അങ്ങനെ തന്നെ വേണം. പ്രിയേ, സാറിന് ചായ. അജി എന്നെ സാറിനൊന്നും വിളിക്കണ്ട. നമ്മൾ ഒരേ പ്രായക്കാരല്ലേ. കോൾ മീ പ്രകാശ്. ആ, ദാ. നീ കുടിച്ചോ?